أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. Welcome to the Khatam al-Quran Majlis of MS Voice. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسماء ذات البروج واليوم الموعود وشاهد ومشهود. قتل أصحاب الأخدود النار ذات الوقود إذ هم عليها قعود وهم على ما يفعلون بالمؤمنين شهود. وما نقموا منهم إلا أن يؤمنوا بالله العزيز الحميد الذي له ملك السماوات والأرض والله على كل شيء شهيد. إن الذين فتنوا المؤمنين والمؤمنات ثم لم يتوبوا فلهم عذاب جهنم ولهم عذاب الحريق. إن الذين آمنوا وعملوا الصالحات لهم جنات تجري من تحتها الأنهار ذلك الفوز الكبير. إن بطش ربك لشديد. صدق الله العظيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. MS വോയിസിൻ്റെ ഖുർആൻ പഠന ക്ലാസ്സിൻ്റെ 46ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, എന്തൊക്കെ വിശേഷം? സുഖല്ലേ? അള്ളാഹു ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഖുർആന്റെ അഹ്ലുകാരിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് തെറ്റുകൂടാതെ ഓതിപ്പടിക്കലാണ് നമ്മൾ ഉദ്ദേശം, അല്ലേ? അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഖുർആൻ ഖത്തമ തീർക്കാനൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. പഠിച്ചത് ഓർമ്മയിൽ നിൽക്കാതെ പെട്ടെന്ന് മറന്നു പോകുന്ന കുട്ടികളുണ്ട്, രക്ഷിതാക്കളുണ്ട്. എല്ലാവർക്കും അള്ളാഹു ഓർമ്മശക്തി, ബുദ്ധിശക്തി, ഇൽമ്, അഖിൽ, അദബൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ, ഖുർആനാണ് ഒരു മുസ്ലിമിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അല്ലേ? അതനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഖുർആൻ പഠിക്കാം, അറബി എഴുത്തും വായനയും പഠിക്കാമെന്നൊക്കെ മനസ്സിലാക്കി ഈ വീഡിയോ കാണുന്ന ആളുകളുണ്ടാകും. നമുക്ക് ഖുർആൻ ഓത്ത് പഠിക്കണമെങ്കിൽ ബേസിക്കായിട്ട് അറബി വായിക്കാൻ അറിയണം. അറബി വായിക്കാനുള്ള എളുപ്പമാർഗ്ഗമാണ് അറബി അക്ഷരങ്ങൾ എഴുതി വായിച്ച് പഠിക്കുക. 6, 7, 8 അക്ഷരമുള്ള അറബി വാക്കുകൾ, അറബി വേർഡുകൾ വായിക്കാൻ അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ഓതാൻ കഴിയുള്ളൂ. ആയതുകൊണ്ട് നിങ്ങൾ അറബി എഴുത്തും വായനയും അറിയാത്തവരാണെങ്കിൽ ആദ്യം അറബി എഴുത്തും വായനയും പഠിക്കുക. ദിവസം 1 മണിക്കൂർ ചെലവഴിച്ചുകൊണ്ട് ഒരു 35 ദിവസം 40 ദിവസം നിങ്ങൾ മെനക്കെട്ട് കഴിഞ്ഞാൽ, കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? 1 മണിക്കൂർ ചിലവാക്കിയാൽ മതി.
46 ദിവസം എന്നല്ല നമ്മൾ പറയുന്നത്, 46 ദിവസത്തിന് 1 മണിക്കൂർ അല്ലെങ്കിൽ 35-36 ദിവസത്തിന് 1 മണിക്കൂർ അറബി അക്ഷരങ്ങൾ എഴുതി വായിച്ച് പഠിക്കാൻ നിങ്ങൾ മാറ്റിവെച്ചാൽ സിമ്പിൾ ആയിക്കൊണ്ട് അറബി എഴുതാനും വായിക്കാനും പഠിക്കും. വീണ്ടും ഒരു 1-2 മാസം നിങ്ങൾ അറബി ഖുർആൻ എഴുതി ഓതി പഠിക്കാൻ നിങ്ങൾ മാറ്റിവെച്ചാൽ 1 മണിക്കൂർ മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് ഖുർആൻ ഓതാനും കഴിയും. ഓക്കെ. പിന്നെ നമുക്ക് വേണ്ട കുറെ പ്രാക്ടിക്കലാണ്, കുറച്ച് തജ്വീദിന്റെ ക്ലാസ്സുകളാണ്, അതൊക്കെ നമ്മൾ MS വോയിസിലൂടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അറബി എഴുത്തും വായനയും അറിയാത്തവരുണ്ടെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ പോവുക. അറബി എഴുത്തും വായനയും എളുപ്പത്തിൽ പഠിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോയുടെ ലിങ്കുകൾ കാണാം. ആ ലിങ്കുകൾ കണ്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്ത് ചെയ്യണം, അറബി എഴുത്തും വായനയും പഠിക്കണം. കുറച്ചൊക്കെ അറബി എഴുത്തും വായന അറിയുന്നവരാണെന്നാൽ ശരിക്കും എല്ലാ അക്ഷരങ്ങളും അറിയില്ല. അങ്ങനത്തെ ആളുകളൊക്കെയാണ്. ഒരു 1-ാം ക്ലാസ്സിലെ കുട്ടീനെ പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കുറൊക്കെ കണ്ടാൽ ഇതൊക്കെ മനസ്സിലാകും എന്ന് തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ കുറച്ചൊക്കെ അറബി എഴുത്തും വായനയും അറിയുന്നവർക്ക് അറബി പഠിക്കാനുള്ള ഒരു 9 ക്ലാസ് ഉണ്ട്. ഒരു ക്ലാസ്സിൽ 3-4 അക്ഷരങ്ങളൊക്കെ കമ്പയർ ചെയ്ത് പഠിപ്പിക്കുന്ന ക്ലാസ് ഉണ്ട്. അത് കണ്ടാലും മതി. തീരെ അറിയാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ ഓർമ്മ നിൽക്കാത്തവരാണെങ്കിൽ വളരെ ഡീപ്പായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ 46 ക്ലാസ്സിന്റെ ലിങ്കുകൾ കാണണം. കാരണം അതിൽ ഒരക്ഷരമാണ് ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുക. ആ അക്ഷരം എഴുതേണ്ട രൂപം, തുടങ്ങേണ്ട രൂപം, നീട്ടി എഴുതേണ്ട, കൂട്ടി എഴുതേണ്ട ഒക്കെ അതിൽ ചർച്ച ചെയ്യുന്നുണ്ടാവും. കൂട്ടത്തിൽ നിങ്ങൾക്ക് ഹോംവർക്കുകൾ തന്ന് കേട്ടെഴുത്തുകളൊക്കെ തന്നിട്ടൊക്കെ ആയിരിക്കും ക്ലാസ് അവസാനിക്കുക. ഓക്കെ. മറ്റേലും കേട്ടെഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു അക്ഷരമല്ല ഒരേപോലത്തെ 3 അക്ഷരങ്ങൾ, ഉദാഹരണം ബ, ത, സ, നൂന്, യ, ഇതൊക്കെ എന്താണ് ഒരുപോലത്തെ അക്ഷരങ്ങളാണ്. പുള്ളികൾ കൊണ്ട് മാത്രമാണ് വേർതിരിയുന്നത്. അപ്പൊ അതുപോലത്തെ ആ അക്ഷരങ്ങൾ മൊത്തം കൂട്ടി എഴുതുന്ന ഒരേപോലെയാണ്. അക്ഷരങ്ങൾ എഴുതുന്നോടത്ത് വ്യത്യാസമുണ്ട്, പക്ഷെ കൂട്ടി എഴുതുന്നോടത്തൊക്കെ ഒരേപോലെയാണ്. അപ്പൊ അതൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന ക്ലാസ്സാണ് അങ്ങനത്തെ. അപ്പൊ ഏത് രീതിയിലും നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്താതെ നിങ്ങൾക്ക് പഠിക്കാനുള്ള സംവിധാനം എവിടെയുണ്ട്? MS വോയിസ് എന്ന ചാനലിനുണ്ട്. അപ്പൊ വേണമെങ്കിൽ എന്ത് ചെയ്തോളി, പഠിച്ചോളി. വേണമെന്ന് താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്നൊന്ന് തോണ്ടി വിടുക. എന്തോരാളുകൾക്ക് എന്തെല്ലാം മെസ്സേജ് തോണ്ടി വിടുന്നത്, ആ കൂട്ടത്തിൽ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഖുർആൻ എഴുതി പഠിക്കുന്ന ക്ലാസ്സിന്റെ 46ാമത്തെ ക്ലാസ്സിലാണ്. ഓക്കെ. ഖുർആൻ എഴുതി പഠിക്കുന്ന ക്ലാസ്സിലേക്ക് വന്നവർ ആദ്യത്തെ ക്ലാസ് കാണണം. ആദ്യത്തെ ക്ലാസ് മുതൽ കണ്ടുവരണം. ആദ്യത്തെ ക്ലാസ്സുകളിൽ ഒറ്റക്ഷരത്തിൽ എഴുതി പഠിപ്പിക്കുന്ന ക്ലാസ്സാണ്. ഇപ്പൊ നമ്മൾ കൂട്ടി എഴുതി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ജുസു മുഴുവനും എഴുതി പഠിപ്പിക്കണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ ആഗ്രഹം ഇനിയിപ്പോൾ നടന്നോളണമെന്നില്ല. അതുകൊണ്ടാണ് മുമ്പ് ഞാൻ അത് എഴുതി പഠിപ്പിക്കുന്ന ക്ലാസ് തുടങ്ങിയത്. അമ്മ മുതൽ തുടങ്ങാൻ കഴിയില്ല, സൂറത്ത് നബ മുതൽ തുടങ്ങാൻ കഴിഞ്ഞില്ല. ഇടയിൽ വെച്ചാണ് തുടങ്ങിയത്. അത് മുഴുവൻ എത്തിയില്ല. സൂറത്തിൽ പലത് എത്തിയപ്പോഴത്തേനും സാങ്കേതിക കാരണത്താൽ എന്നെ കൊണ്ട് കഴിയാണ്ട് വന്ന സാഹചര്യം വന്ന് നിർത്തി. പിന്നെ ആ വൈക്ക് ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായി ക്ലാസ് എടുക്കാൻ. പിന്നെ വീണ്ടും പലവരൊക്കെ ഇങ്ങനെ ക്ലാസ്സിനെ കുറിച്ച് വിളിച്ച് സംസാരിച്ച് ഒന്നുകൂടി എടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ വീണ്ടും ഇങ്ങനെ തുടങ്ങിയതാണ്. ഇത് എവിടം വരെ എത്തുമെന്ന് അറിയില്ല. നമ്മളൊക്കെ ദ്വാരക്ക റാഹത്താകാൻ വേണ്ടി. കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു അല്ലേ, മകളുടെ വിവാഹമൊക്കെയാണ് വരുന്നത്. ഒക്കെ റാഹത്താൻ വേണ്ടി ദ്വാരക്കണം. നിങ്ങളെ ദുആ മാത്രമേ ഉള്ളൂ നമ്മളെ കയ്യിൽ. ആ ദുആ കൊണ്ട് വേണം കാര്യങ്ങളൊക്കെ റാഹത്താക്കാൻ. ഏപ്രിൽ 28 ഞായറാഴ്ച കഴിയുന്ന ആളുകളൊക്കെ വിവാഹത്തിനെത്തണം. നമ്മളെ പിന്നെ അറബി എഴുത്തും വായനയും ഗ്രൂപ്പിൽ ഞാൻ വീട്ടിലേക്ക് വരാനുള്ള പിന്നെ ലൊക്കേഷനൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇങ്ങനെ തൊട്ട് നോക്കുക, എത്ര ദൂരമുണ്ട്, മൂപ്പരേക്ക് പോകാൻ പറ്റുമോ, പോയി തിരിച്ചു വരാൻ പറ്റുമോ, ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിങ്ങൾ തീരുമാനം എടുക്കാം കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും പറഞ്ഞ ക്ലാസ് അവസാനിപ്പിക്കുന്ന ക്ലാസ് തുടങ്ങാൻ പോവാണ്. ക്ലാസ് തുടങ്ങാം നമുക്ക്. സൂറത്തുൽ ബുറൂജ് 12 ആയത്തുകൾ നമ്മൾ പഠിച്ചു. ഇനി 13 ആയത്ത് മുതലാണ് ഇന്ന് പഠിക്കാനുള്ളത്. അപ്പൊ തുടങ്ങല്ലേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ അവിടെ എഴുതാ, നിങ്ങൾ നോക്കുക, വായിച്ചോളിട്ടാ. അലിഫിട്ട് കസ്റിട്ട് നൂനിട്ട് ഹാ കൂട്ടിയത്, നൂന് ഷെത്തിട്ടു. എന്താ വായിക്ക വായിച്ചോളി മക്കളെ. ഇത് ഇത്ര അങ്ങോട്ട് നിങ്ങളുണ്ടാ, കുറച്ച് മതി. ഇനി ഒരു ഹാ ഇട്ട് വാവ് കൂട്ടിയത്. എന്താ വായിക്ക? ഇനി ഒരു യാ ഇട്ട് ബാ ഇട്ട് ദാലിട്ട്. എന്താ വായിക്ക? ഒരു യാ ഇട്ടിട്ട് അതിന്റെ മേലെ ഒരു ഹംസും കൂടി ഇട്ട്. എന്താ വായിക്ക? ഇന്നഹു ഹുവ യുബ്ദിഉ. ഈ അതിന്റെ മേലെ ഹംസ വന്ന ഹംസനെ മാത്രമേ വായിക്കുള്ളൂ കേട്ടോ, യൂന്നാരും വായിക്കരുത്. ഇവിടെ ഹൗലമീറിന്റെ മുമ്പത്തെ അക്ഷരത്തിന് ഹർക്കത്താണ്, ശേഷമുള്ള അക്ഷരത്തിന് ഹർക്കത്താണ്. അപ്പൊ ഹൗലമീറിന് ലൊമ്മാണ്. അപ്പൊ ലൊമ്മിനെ നീട്ടാൻ ഇവിടെ വാവ് ഇട്ട് കൊടുക്കും. ചെറുതായിട്ട് ഒരു കുഞ്ഞി വാവ് ഖുർആനിൽ കാണാം.
ചെറുതായിട്ടൊന്ന് കിട്ടുന്നതാണ്. ഇന്നഹു ഹുവ യുബ്ദിഉ, ഇന്നഹു ഹുവ യുബ്ദിഉ. അടുത്തത് നോക്കാം. ഒരു വാവ്, ഒരു യാ, ഒരു ഐന്, ഒരു യാ. വായിച്ചോളി. ഒരു ദാല്. എന്താ വായിക്ക? വയുഈദു എന്നാണ് ആയത്ത് അവസാനിച്ചു. അപ്പൊ നമ്മൾ എന്ന് പറഞ്ഞ് നിർത്തണം. വയുഈദ് എന്ന് പറഞ്ഞ് നിർത്തണം. അപ്പൊ നോക്കൂ. ഇന്നഹു ഹുവ യുബ്ദിഉ വയുഈദ്. ഓക്കെ, അടുത്തത് നോക്കിക്കോളി. വായിക്കിട്ടാ. എന്താ വായിക്ക? എന്ത് വായിക്കി? ഐന്, ഫാവിനെ നീട്ടാൻ വാവ്, റാ. വഹുവൽ ഗഫൂറു. പിന്നെ ഒരു അലിഫ്, ലാമ്, വാവ്, സുക്കൂന്. ദാലിന് ലൊമ്മ്, ദാലിന് നീട്ടാൻ വാവ്, വീണ്ടും ഒരു ദാല്, അതിന് ലൊമ്മ്. ആയത്ത് അവസാനിച്ചു. അപ്പോ എങ്ങനെ ഓതാ? വഹുവൽ ഗഫൂറുൽ വദൂദ്, വഹുവൽ ഗഫൂറുൽ വദൂദ്, ഇന്നഹു ഹുവ യുബ്ദിഉ വയുഈദ്, വഹുവൽ ഗഫൂറുൽ വദൂദ്. അടുത്തത് നോക്കിക്കോളിട്ടാ. അടുത്ത ആയത്ത് ഒരു പുള്ളിയുള്ള ദാലിട്ടു ട്ടാ. എന്നിട്ടൊരു വാവിട്ടു. അപ്പൊ എന്താ? ഇദൂ എന്നായി. പിന്നെ ഒരു അലിഫ്, ലാമ്, ഐന്, റാ, എന്നിട്ട് സുക്കൂനിട്ടു. ഷീന് എന്തായി? വായിച്ചോളി. ദൂൽ അർശി. അങ്ങനെയല്ലോ ഓതുക? അങ്ങനെയാണോ? അടി. നീട്ടാനുള്ളതിന് ശേഷം സുക്കൂൻ വന്ന് നീട്ടാൻ പാടില്ല. അപ്പൊ എന്ന് വായിക്കണം? ദുൽ അർശി, ദുൽ അർശി. ഇനി ഒരു അലിഫ്, ഒരു ലാമ്, ഒരു മീമ്, ഒരു ജീമ്, ഒരു യാ, ഒരു ദാൽ. ദുൽ അർശിൽ മജീദു എന്നുള്ളത് കേട്ടാ. ആയത്ത് അവസാനിച്ചു. അപ്പൊ എന്ന് പറയണം ദുൽ അർശിൽ മജീദ്. മേലെ നോക്കി നോക്ക. ഇന്നഹു ഹുവ യുബ്ദിഉ വയുഈദ് വഹുവൽ ഗഫൂറുൽ വദൂദ് ദുൽ അർശിൽ മജീദ്. ശരിയായോ? അടുത്ത ആയത്ത്. ഇന്ന് ഖുർആൻ, ഇന്ന് സൂറത്ത് തീരാണ് കേട്ടാ. കുറച്ച് ചെറുതാക്കി എഴുതണം, എന്നാലേ തീരുള്ളൂ. നോക്ക. അടുത്ത ആയത്ത്. ഫാ എഴുതി, ഐൻ എഴുതി, ലാം എഴുതി. എന്താ വായിക്ക? വായിച്ചോളി. ഫഅാലുൻ. ലൊമ്മ തൻവീനേശം ലാമ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ശബ്ദ വരും. ഫഅാലുൽ ലിമാ, ഫഅാലുൽ ലിമാ. യാ, റാ, യാ, ദാൽ. എന്താ വായിക്ക? വായിച്ചോളി. ആയത്ത് അവസാനിച്ചു. ഫഅാലുൽ ലിമാ യുരീദ്. അടുത്ത ആയത്ത് ഞാൻ പറയാ, എഴുതി നോക്കട്ടെ. ഹൽ അതാക. ഹൽ, ഹാ ഇട്ടിട്ട് ലാം ഇട്ടു. ഹൽ അതാക. ആ താ ക. ഹൽ അതാ, ഇവിടെ കുഞ്ഞാലിപ്പെടും. ഹൽ അതാക, ഹൽ അതാക. അടുത്തത് ഹദീസു. ഹാ ഇങ്ങനെ ഇട്ട്, ദാലിട്ട്, യാ ഇട്ട്, കുറച്ച് യാ മതി കേട്ടോ.
ഹദീസുൽ ജുനൂദ് ഹൽ അതാക ഹദീസുൽ ജുനൂദ് ഹദീസുൽ ജുനൂദി എന്നാണ് ആയത്ത് അവസാനിച്ചു. ഹൽ അതാക ഹദീസുൽ ജുനൂദ് ഹൽ അതാക ഹദീസുൽ ജുനൂദ്. അടുത്തത് ഫിർഔന. എന്താണ് ഫിർഔന? ഫിർഔന 5 അക്ഷരം നോക്കൂ. ഫിർഔന വസമൂദു വസമൂദു. അങ്ങനെ ഇതാ വസമൂദു ആയത് അവസാനിച്ചു. ഫിർഔന വസമൂദ്. അടുത്തത് ബലില്ലദീന. ബലി ബ ലാം. ബലി അല്ലദീന. ബലില്ല കണ്ട. ബലില്ലദീന കഫറൂ. കാഫ് കഫറൂ. ബലില്ലദീന കഫറൂ. ഇവിടെ ഒരു അലിഫ് ഉണ്ടാവും. ഫീ തക്ദീബ്. ഫീ തക്ദീബ്. ഫ ഇങ്ങനെ എഴുതി. ഫീനെ നീട്ട യാ ഇങ്ങനെ എഴുതി. ഇപ്പൊ എന്തായി? ഫീ തക്ദീബ്. തക്ദീബിലെ കാഫിനാണ് എഴുതേണ്ടത് കേട്ടാ. അപ്പൊ ഇത് ഇങ്ങനെ അങ്ങനെ എടുത്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കണ്ട തക്ദീബിൻ എന്നുള്ളത് കേട്ടാ മുസ്ഹഫില്. ഇപ്പൊ എന്താണ്? ബലില്ലദീന കഫറൂ ഫീ തക്ദീബ്. ആയത് നിർത്തി. ആയത് അവസാനിച്ചു. ആയത് നിർത്തില്ല, ആയത് അവസാനിച്ചു. അടുത്ത ആയത് വല്ലാഹു അഅലമു. അല്ല, വല്ലാഹു മിൻ വറാഇഹിം മുഹീത്ത. വല്ലാഹു വാവിട. ഓക്കെ, വല്ലാഹു ഒരു അലിഫ് ഇട, പിന്നെ ഒരു ലാമ്, വീണ്ടും ഒരു ലാമ്, പിന്നെ ഒരു ഹാവ് കൂട്ടിയതാ. ഇതിന്റെ മേലെ ശദ്ദിട്ട് ഒരു കുഞ്ഞലിഫ് ഇട. അപ്പൊ എന്താ വായിക്കുക? വല്ലാഹു മിൻ വറാഇഹി. എങ്ങനെയാണ്? മിൻ വറാഇഹി. റാനെ നീട്ടാൻ അലിഫ്. വറാഇഹി പാത്രത്തിൽ ഹംസ് ഹാ മീം. വറാഇഹിം. ഇവിടെ ഫത്തനെ നീട്ടാൻ അലിഫുണ്ട്, അല്ലെ? അലിഫിന് ശേഷം ഹംസ് ഉണ്ട്. അപ്പൊ ഇവിടെ എന്തുണ്ട്? ഒരു മദ് ഉണ്ട് കേട്ടാ. അല്ലാഹു മിൻ വറാഇഹിം. മദ്ദശത്തിന് ഹംസ ഒന്ന് കൂടുതൽ നീട്ടണം. സാക്കിനായ നൂനേശം വാവ് വന്നു. ഇത് അമ്പി കുഞ്ഞാണ്. അപ്പൊ ഇവിടെ ഒരു ഷദ് വരും. വല്ലാഹു മിൻ മണിക്കലോടുകൂടെ ഇതാം ചെയ്യണം. മിൻ വറാഇഹിം. അടുത്തത് മുഹീത്ത് എന്നാണ്. മുഹീത്തുൻ എന്നാണ് കേട്ടാ. അപ്പൊ മുഹീത്തുൻ എങ്ങനെ ഇതാ? മീം ഇങ്ങനെ മേലെ ഇതാ, എന്നിട്ട് ഹാ ഇങ്ങനെ ഇതാ, എന്നിട്ട് യാ ഇങ്ങനെ എഴുതി ത്വാഇന്റെ സംഭവം ഇങ്ങനെ എഴുതി അവസാനിപ്പിക്കുക. എന്നിട്ട് തായിന്റെ കാലിങ്ങനെ ഇതാ. ഇവിടെ ഷദ് വരും. സാക്കിനായ മീമ്, ഹർക്കത്തുള്ള മീമ്, രണ്ട് മീം ഇവിടെ വന്നിട്ടില്ലേ? അപ്പൊ സുക്കൂനുള്ള മീമിനെ ഹർക്കത്തുള്ള മീം എന്ന് പറഞ്ഞാൽ ഫത്തഹ് കസീർ ലൊമ്മുള്ള മീമിൽ ഇങ്ങനെ രണ്ട് മീം ഒരുമിച്ച് വന്നാൽ ഇതിനെ പിടിച്ച് ഇതിലേക്ക് ഒട്ടിച്ചിട്ട് ഷദ് ചെയ്ത് ഒട്ടിക്കുക. അതിനാണ് ഇദാം ചെയ്യാന്ന് പറയാം. സാക്കിനായ മീമിനെ ഹർക്കത്തുള്ള മീമിലേക്ക് ചേർത്ത് ഒട്ടിച്ച് എന്താക്കും? ഒറ്റ അക്ഷരായി ഷദ് ചെയ്ത് ഉച്ചരിക്കുന്നതിന് ഇദ്ഗാം എന്ന് പറയുന്നു. സാക്കിനായ ഏതക്ഷരം? നൂനും നൂനും, മീമും മീമും, വാവും വാവും, ബാവും ബാവും, താവും താവും, ഏതും അങ്ങനെ തന്നെ. മീമിന്റെ മാത്രം പ്രത്യേകതല്ല. അപ്പൊ സാക്കിനായി മീമിനെ ഈ മീമിലേക്ക് ചേർത്ത് ഷദ് ചെയ്ത് ഒറ്റ അക്ഷരായിട്ട് എങ്ങനെ ഓതണം? വല്ലാഹു മിൻ
വറാഇഹിം മുഹീത്ത. മുഹീത്തുൻ എന്നാണ് കേട്ടാ. മുഹീത്തുൻ. ഇവിടെ കുത്തുണ്ട്, പേന മഷി തീർന്നു തുടങ്ങി. മുഹീത്തുൻ. അടുത്തത് ലാസ്റ്റ് ആയത്ത്, അല്ല ലാസ്റ്റ് അല്ല, രണ്ടായത്ത് കൂടി ഉണ്ട്. ആയത്ത് അവസാനിച്ചുണ്ട്. എവിടെ? അടുത്തത് ബൽ ഹുവ ഖുർആനും മജീദ്. ഒന്ന് എഴുതി നോക്കാം. ബൽ ഹുവ ഖുർആനും മജീദ്. എത്ര അക്ഷരം ഉണ്ടാവും? ബൽ ഹുവ ഖുർആനുൻ മജീദുൻ. അപ്പൊ നോക്കിയാ എങ്ങനെ ഇതാ? ബൽ ഹുവ ഖുർആനുൻ ന്റെ മേലെ മദ്ദിടും. മദ്ദിട് എന്ന് പറയാൻ കാരണം ഇവിടെ അലിഫ് വരും. ഖുർആനുൻ, അലിഫിനെ നീട്ടുണ്ടല്ലോ, അതുകൊണ്ട് ബൽ ഹുവ ഖുർആനുൻ. ഇതിനിങ്ങനെ അലിഫിന്റെ മേലല്ലാണ്ട് ഇങ്ങനെ എഴുതുണ്ടാ, ഹംസ ഇട്ടിട്ട്. അപ്പൊ മദ്ദശത്തിന് ശേഷം വേറെ ഏതോ ലോകത്താ, ഇവിടെ മദ്ദൊന്നും ഇല്ല കേട്ടാ. ബൽ ഹുവ ഖുർആനുൻ, ബൽ ഹുവ ഖുർആനുൻ. ഖാഫ് എഴുതി, റാ എഴുതി, ഹംസ എഴുതി, അലിഫ് എഴുതി, നൂൻ എഴുതി. ബൽ ഹുവ ഖുർആനുൻ. ചിലപ്പോ ഞാൻ ക്ലാസ് കൂടെ എടുക്കണ്ടെങ്കിലും വേറെ ഏതെങ്കിലും ലോകത്തായിരിക്കും. അപ്പൊ പറയുന്നത് ഇവിടെ എഴുതുന്നുണ്ടാവില്ല, എഴുതിയതാവില്ല, വായിക്കുണ്ടാവുക, ഓതുണ്ടാവുക. അപ്പൊ ഉസ്താദ് തെറ്റിച്ചു എന്ന് വിചാരിക്കണ്ട, ഉസ്താദിന് തെറ്റും, ഇടക്കിടക്ക് തെറ്റും. അപ്പൊ അതിനാണ് തെറ്റാത്ത ഒരാൾ ഓത്ത് ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇട്ടിട്ടുണ്ട്, അഹമ്മദ് നസീബാക്കി ഉസ്താദിന്റെ. അപ്പൊ അതിലെന്താ ഉള്ളത്? അതാണ് ഓത്ത് ശരിക്കും കേട്ടാ. ചിലരൊക്കെ പറയാം ഉസ്താദ് ബാ എഴുതി പുള്ളിയിട്ടില്ല, പിന്നെ താ എഴുതിയിട്ട് 3 കുത്തിട്ടു. ഏതെങ്കിലും ലോകത്തായിരിക്കും. അപ്പോ മനുഷ്യന്റെ അവസ്ഥ അതല്ലേ. അപ്പൊ അതുകൊണ്ട് എന്താണ്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യം, കല്യാണം കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പൊ ടെൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അത് തിരുത്തേണ്ടത് ശേഷം വരുന്ന ഓത്തിലെ ആണ് കേട്ടാ. തുടക്കത്തിലുള്ള ഓത്തും ശേഷം വരുന്ന ഓത്തിലും. ബൽ ഹുവ ഖുർആനുൻ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളാം, വാട്സപ്പിൽ മെസ്സേജ് അയക്കും ചെയ്തോളൂ കേട്ടാ. ബൽ ഹുവ ഖുർആനുൻ മജീദുൻ. മീം ഇങ്ങനെ എഴുതി, ജീം ഇങ്ങനെ എഴുതി, യാ ഇങ്ങനെ എഴുതി, മജീദ് എന്ന് എഴുതാ. മജീദുൻ. ഇവിടെ ലൊമ്മു തൻവീന് ശേഷം മീം വന്നു. അപ്പൊ മീം വന്നാൽ ഇതാമ്പീനുള്ള ശബ്ദ് വരും. അപ്പൊ എങ്ങനെ ഓതാ? ബൽ ഹുവ ഖുർആനും മജീദ്. ആയത്ത് അവസാനിച്ചു. ലാസ്റ്റ് ഫീ ലൗഹിൻ മഹ്ഫൂദ്. ഫീ ലൗഹിൻ എങ്ങനെ ഇതാ? ഫ ഇങ്ങനെ എഴുതി, യാ ഇങ്ങനെ എഴുതി. ഫീ ലൗഹിൻ, ലാ ഇങ്ങനെ എഴുതി, വാ ഇങ്ങനെ എഴുതി, ഹാ ഇങ്ങനെ എടുത്ത് താഴത്തേക്ക് ഇങ്ങനെ എഴുതി. ഇവിടെ കസ്ർ തൻവീനുടെ ഫീ ലൗഹിൻ മഹ്ഫൂദിൻ. മീം ഇങ്ങനെ എഴുതി, ഹാ ഇങ്ങനെ എഴുതി, ഫാ ഇങ്ങനെ എഴുതി നീട്ടുക. കസ്ർ തൻവീന് ശേഷം മീം വന്ന് ശബ്ദ് വരും. ഫീ ലൗഹിൻ മഹ്ഫൂദിൻ. നമ്മൾ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കൊണ്ടുവരിക, സംഭവം ഇങ്ങനെ ഇടുക, ശബ്ദ് ഇടുക, ഇങ്ങനെ ഇടുക. ഫീ ലൗഹിൻ മഹ്ഫൂദ്, ഫീ ലൗഹിൻ മഹ്ഫൂദ്. അപ്പൊ ഖുർആൻ സൂറത്ത് കഴിഞ്ഞു, സൂറത്തുൽ ബുറൂജ്. അപ്പൊ ഇന്ന് ഇവിടുന്ന് ഓതി നോക്കിയാണ് മക്കളെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നഹു ഹുവ യുബ്ദിഉ വയുഈദ് വഹുവൽ ഗഫൂറുൽ വദൂദ് ദുൽ അർശിൽ മജീദ് ഫഅാലുൽ ലിമാ യുരീദ്. ഇത് അംബിലാവുന്നാണ് ഇവിടെ നയം വേണ്ട. ലൊമ്മ് തൻവീന് ലാം വരുമ്പോ ഇവിടെ ലൊമ്മില്ലാത്ത, തൻവീനില്ലാത്ത പോലെ ഒരു ലൊമ്മുള്ളത് പോലെ ഓതി ലാമിന് ശ്രദ്ധ ചെയ്യണം, അഥവാ ഇങ്ങനെ ഓതണം. ഫഅാലുല്ലി ഒരു ലൊമ്മേ ഉള്ളൂ. ഫഅാലുൽ ലിമാ യുരീദ് ഹൽ അതാക ഹദീസുൽ ജുനൂദ്. ഫിർഔന, ഫിർഔന എന്ന് പറയരുത്. കസറിന് ശേഷം റാ സുക്കൂനായി വന്നാൽ രാരീരു എന്നുള്ള സ്വരാണ് വരേണ്ടത്. ഫിർഔന വസമൂദ് ബലില്ല ബലില്ല ബലില്ലദീന കഫറൂ ഫീ തക്ദീബ്
വല്ലാഹു അല്ലാഹ് വല്ലാഹു മിൻ സാക്കിന നൂനിന് ശേഷം വാവ് വന്നു. ഇത് ബി ഉന്നയാണ് കേട്ടാ. വല്ലാഹു മിൻ വറാഇഹിം മുഹീത്ത്. സാക്കിന മീമിന് ശേഷം മീം വന്നാൽ ഇദ്ഗാം ചെയ്യണമെന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. മിൻ വറാ മദ്ദശന ഹംസ എന്ന പടം മദ് മുത്തസിലാണ് ഇവിടെ. മിൻ വറാഇഹിം മുഹീത്ത് ബൽ ഹുവ ഖുർആനും മജീദ്. ലൊമദന് ശേഷം മീം വന്നു. ഇദ്ഗാം ബി ഉന്ന. ഫീ ലൗഹിൻ മഹ്ഫൂള്. കസ്റതന് ശേഷം മീം വന്നു. ഇദ്ഗാം ബി ഉന്ന. അപ്പൊ കുറെ നിയമങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. സദഖല്ലാഹു മൗലാനൽ അലീം. എന്താണ് വിശേഷം? സുഖല്ലേ? റാഹത്തല്ലേ? ശരിക്കും നന്നായി ഓതിയൊക്കെ പഠിക്കണില്ലേ? കഴിയുന്നുണ്ടല്ലോ അല്ലേ ഓത്തൊക്കെ? ഇൻഷാ അല്ലാഹ്. നമ്മളെ സുബഹി നമസ്കാരത്തിന് ശേഷം ദിവസവും ഒരു 7 ഖുർആൻ ഓതി ഖത്തം തീർക്കുന്ന മജ്ലിസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓത്തൊക്കെ കുറെയൊക്കെ ക്ലിയറായി എന്ന് തോന്നുന്നവർക്ക് അവിടേക്ക് വരാം. അതെങ്ങനെ വാട്സപ്പുമായി ബന്ധപ്പെട്ടാൽ ഒരു പേജ് ഖുർആൻ ഓതി ഖത്തം തീർക്കുന്ന മജ്ലിസ് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിന്റെ ലിങ്കുകൾ നിങ്ങൾക്ക് വിട്ടുതരാം. ഓരോ ജുസിന്റെ ലിങ്കുകൾ വിട്ടുതരാം. ഓരോ ജുസ് ഓതി പഠിച്ചതിന് ശേഷം വീണ്ടും ബന്ധപ്പെട്ടാൽ അടുത്ത ജുസിന്റെ ലിങ്ക് വിട്ടുതരാം. അങ്ങനെ നിങ്ങളൊരു പരിവാക്കി എടുക്കാം. ഓക്കെ, അപ്പൊ നന്നായി പഠിക്കുക ഇൻഷാ അല്ലാഹ്. ഹാഫിൽ അഹമ്മദ് നസീം ബാക്കി ഉസ്താദിന്റെ ഖിറാഅത്ത് നമുക്ക് കേൾക്കല്ലേ? ഇൻഷാ അല്ലാഹ്. അന്ന് മൂപ്പരുടെ അനുജൻ എന്ന് വിളിച്ച് കുറെ നേരം ഞങ്ങൾ രാവിലെ ഒന്ന് സംസാരിച്ചിരുന്നു. വെള്ളിയാഴ്ച ക്ലാസ് എടുക്കുന്നത് വെള്ളിയാഴ്ച ഉണ്ട്, ജുമാ കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന്. അപ്പോൾ അങ്ങനെ വിഷയങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് ഹാഫിൽ അഹമ്മദ് നസീം ബാക്കി ഉസ്താദിന്റെ കല്യാണത്തിന് ഇൻഷാ അല്ലാഹ് വിധിനെ നമുക്ക് കാണാം കേട്ടോ. അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ നമുക്ക് ഉസ്താദിന്റെ ഖിറാഅത്ത് ആക്കല്ലേ? ഇൻഷാ അല്ലാഹ് എല്ലാവരും ഉസ്താദിന്റെ ഖിറാഅത്ത് കേട്ട് തെറ്റുകൂടാതെ ഖുർആൻ കാണാതെ പഠിക്കാതെ ഓതി വായിച്ച് തെറ്റ് തിരുത്തി ഉഷാറായിട്ട് പഠിക്കുക പലവട്ടം കേട്ടോ. നല്ലവരും മുത്തുമോമിനീങ്ങളെ മുത്തുമണികളെ ഹാഫിൽ ഉസ്താദിന്റെ ഖിറാഅത്ത് കേട്ടോളൂ കേട്ടോ. Welcome to the Khatmul Quran Majlis of MS Voice. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنه هو يبدئ ويعيد وهو الغفور الودود ذو العرش المجيد فعال لما يريد. هل أتاك حديث الجنود فرعون وثمود بل الذين كفروا في تكذيب والله من ورائهم محيط بل هو قرآن مجيد في لوح محفوظ. إنه هو يبدئ ويعيد وهو الغفور الودود ذو العرش المجيد فعال لما يريد. هل أتاك حديث الجنود فرعون وثمود بل الذين كفروا في تكذيب والله من ورائهم محيط بل هو قرآن مجيد في لوح محفوظ. صدق الله العظيم. ഇൻഷാ അല്ലാഹ് എല്ലാവരും 3 സ്വലാത്ത് ഇല്ല. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. പടച്ചവനെ ലോകരക്ഷിതാവ്
പടച്ചവനെ ലോകരക്ഷിതാവേ റഹ്മുറാഹിമായ അല്ലാഹ്, പരിശുദ്ധ ഖുർആന്റെ അഹ്ലുകാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഖുർആന് ഖത്മ തീർക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. തെറ്റുകൂടാതെ പലവട്ടം ഖുർആൻ ഓതി പഠിക്കാൻ, ഖുർആൻ നെഞ്ചോട് ചേർത്ത് പഠിക്കാൻ, ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഖുർആൻ പഠിച്ചത് ഓർമ്മയിൽ നിൽക്കാതെ പെട്ടെന്ന് മറന്നു പോകുന്നവർ, പഠിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവർ പലവരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാഹ്. അവർക്കൊക്കെ ഖുർആൻ നല്ല രീതിയിൽ പഠിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ മക്കൾ എല്ലാവരും നീ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയം നന്നാക്കണേ അല്ലാഹ്, സ്വഭാവം നന്നാക്കണേ അല്ലാഹ്, ഞങ്ങളെ ഇബാദത്ത് നന്നാക്കി തരണേ അല്ലാഹ്, ഞങ്ങളെ കുടുംബജീവിതം നന്നാക്കി തരണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ മക്കളൊക്കെ വിവാഹം നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട് റബ്ബേ, ഒക്കെ നീ റാഹത്തിലാക്കി നൽകണേ അല്ലാഹ്, ഇസ്സത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നീ വസലത്തരത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ കാവല് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. സാമ്പത്തിക ഉറവിട മേഖലയിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. മക്കളൊക്കെ റാഹത്തോടുകൂടി പറഞ്ഞയക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, നിന്റെ മഹൽ ഫദ്ലിൽ വിവാഹം നടക്കാതെ വിഷമിച്ചിരിക്കുന്നവരുടെ ഖൈറായ ഇണകൾ എത്തിച്ചു നൽകണേ അല്ലാഹ്. കടം കൊണ്ട് വിഷമിക്കുന്നവരുടെയൊക്കെ വീട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളൊക്കെ മഈശത്തിന്റെ മേഖലയിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്, ബർക്കത്തുള്ള സമ്പത്ത് നൽകണേ അല്ലാഹ്. റബ്ബേ, ധാരാളം സക്കാത്തും സദഖയും ഒക്കെ കൊടുക്കാൻ ഉതകുന്ന രീതിയിൽ സാമ്പത്തിക അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, നിന്റെ മഹൽ ഫദ്ൽ കൊണ്ട് അല്ലാഹുവേ, പല സന്ദർഭങ്ങളിലായി പല സമയങ്ങളിലായി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുള്ള പ്രിയപ്പെട്ട ഉപ്പമാർ, ഉമ്മമാർ, സഹോദരി സഹോദരന്മാർ എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കി, രോഗങ്ങൾക്ക് ശിഫ നൽകി, പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മശക്കത്തുകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, സങ്കടങ്ങളൊക്കെ നീക്കി അല്ലാഹ് നീ ഖൈറിലാക്കണേ അല്ലാഹ്, നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്. പുണ്യമായ റജബ് മാസത്തെ ആദരിച്ചവർക്ക്, ബഹുമാനിച്ചവർക്ക് നീ അളവറ്റ അനുഗ്രഹങ്ങൾ വാരിച്ചോരി കൊടുക്കുന്ന മാസമാണ് അല്ലാഹുവേ. അങ്ങനെ അനുഗ്രഹങ്ങൾ നൽകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റജബില് ഞങ്ങൾ നോമ്പ് നോറ്റുകൊണ്ടിരിക്കുന്നു അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. റജബില് ബർക്കത്ത് നൽകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. സാമ്പത്തിക ഉറവിട മേഖലകളിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഇബാദത്തിൽ ഈമാനിലൊക്കെ നീ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബജീവിതമൊക്കെ നീ സന്തോഷത്തിനും റാഹത്തിനുമാക്കണേ അല്ലാഹ്. റബ്ബേ, ശത്രുക്കളുണ്ട് അല്ലാഹ്, ഫിത്ന പരത്തുന്നവരുണ്ട് അല്ലാഹ്, ളാലിമീങ്ങളുണ്ട് അല്ലാഹ്, കദ്ദാബീങ്ങളുണ്ട് അല്ലാഹ്, അസൂയാലുക്കളുണ്ട് അല്ലാഹ്, കുശുംബന്മാരുണ്ട് അല്ലാഹ്, ഗീബത്ത് നമീമത്ത് പറയുന്നവരൊക്കെ ഉണ്ട് അല്ലാഹ്. എല്ലാവരുടെയും ശർറിൽ നിന്ന് നീ കാക്കണേ അല്ലാഹ്. കണ്ണേറുകാരുടെ കണ്ണിന്റെ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കൊക്കെ നീ ശിഫാ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ക്ലാസ് പഠിക്കുന്നവർക്ക് നിത്യമായി ക്ലാസ് കണ്ട് പഠിച്ച് ഒരു മടിയും കൂടാതെ പരിശുദ്ധമായ ഖുർആന് പഠിച്ചു തീർക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ മരണപ്പെട്ടവർക്കൊക്കെ മൗഫറത്ത് നൽകണേ അല്ലാഹ്. എൻ്റെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്, ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്, സഹോദരൻ മരിച്ചു പോയിട്ടുണ്ട്, അമ്മാശ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഉസ്താദുമാർ മരിച്ചു പോയിട്ടുണ്ട്, എന്നെ സ്നേഹിച്ചവർ, ഭക്ഷണം നൽകിയവർ, വസ്ത്രം നൽകിയവർ, സഹായിച്ചവർ അല്ലാഹുവേ പലവരും മരിച്ചു പോയിട്ടുണ്ട്. അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അവരൊക്കെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ മഹൽ ഫദ്ലിൽ ലോക വിജയികൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان وفقنا فيه للصيام والقيام وتلاوة القرآن مع الصحة والعافية يا رب العالمين. ربنا اغفر لنا وارحمنا ولوالدينا ولمن ماتوا منا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء المرسلين والحمد لله رب العالمين. آمين يا رب العالمين. മുഅ്മിനീങ്ങളെ ഒന്ന് തോണ്ടി വിട്ടുകൊടുക്കണേ എല്ലാവർക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോക വിജയികൾ നമ്മെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ വിലയേറിയ ദുആകളിൽ മനസ്സിങ്ങൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ദ്വാരക്കുമല്ലോ, അർദ്ധരാത്രിയിൽ, അതുപോലെ മഗ്‌രിബിന് ശേഷം, അസറിന് ശേഷം, അത്താഴ സമയത്തൊക്കെ നിങ്ങൾ ദ്വാരക്കുമല്ലോ, അപ്പം എന്നെ ഉൾപ്പെടുത്തണം കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഉസികും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.